ഏവർക്കും നമസ്കാരം. PSC മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായും വീഡിയോ കാണുക. എല്ലാ മാസത്തെയും 16 എന്ന തീയതിയുടെ സവിശേഷതകളെപ്പറ്റി നമുക്ക് പഠിക്കാം. ആദ്യത്തെ മാസമായ ജനുവരി 16 സവിശേഷതകൾ. 1924 ജനുവരി 16 കുമാരനാശാൻ പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ട് ദുരന്തത്തിൽ മരിച്ചു. കോവിഡ് വാക്സിനേഷൻ ഇന്ത്യയിൽ തുടങ്ങിയ ദിവസം 2021 ജനുവരി 16 അപ്പോൾ 1924 ജനുവരി 16 സവിശേഷത എന്ന് പറയുന്നത് കുമാരനാശാൻ പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ട് ദുരന്തത്തിൽ മരിച്ചു. കോവിഡ് വാക്സിനേഷൻ ഇന്ത്യയിൽ തുടങ്ങിയ ദിവസം 2021 ജനുവരി 16. അതേപോലെ തന്നെ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവായ മഹാദേവ് ഗോവിന്ദ റാനഡെ, അതായത് MG റാനഡെ 1901 ജനുവരി 16 അന്തരിച്ചു. നാഷണൽ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16 2022 പ്രഖ്യാപിച്ച നാഷണൽ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16 ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് 2016 ജനുവരി 16 അതായത് നാഷണൽ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16 ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് 2016 ജനുവരി 16 അടുത്തത് ഫെബ്രുവരി 16. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ അന്തരിച്ചത് 16/2/1944 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 1969 തുടങ്ങി. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ അന്തരിച്ചത് 16/2/1944 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 1969 തുടങ്ങിയത്. ക്യോട്ടോ പ്രോട്ടോകോൾ 2005 ഫെബ്രുവരി 16 നിലവിൽ വന്നു. അംഗീകരിച്ചത് 11/12/1997 ക്യോട്ടോ പ്രോട്ടോകോൾ 2005 ഫെബ്രുവരി 16 നിലവിൽ വന്നത്. അംഗീകരിച്ചത് 11/12/1997. അതേപോലെ മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോണുമായി ബന്ധപ്പെട്ടതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് വാതകവുമായി ബന്ധപ്പെട്ടതാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോണുമായി ബന്ധപ്പെട്ടതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് വാതകവുമായി ബന്ധപ്പെട്ടതാണ്. മാർച്ച് 16 ബാങ്കിംഗ് കമ്പനി ആക്ട് 1949 നിലവിൽ വന്നത് 16/3/49. ബാങ്കിംഗ് കമ്പനി ആക്ട് 1949 നിലവിൽ വന്നത് 16/3/49. 1/3/66 മുതൽ ഇത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് എന്ന പുനർനാമകരണം ചെയ്തു. നാഷണൽ വാക്സിനേഷൻ ദിനം മാർച്ച് 16. നാഷണൽ വാക്സിനേഷൻ ദിനം മാർച്ച് 16. ഏപ്രിൽ 16 പ്രത്യേകത നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി ഓടിത്തുടങ്ങിയത് 1853 ഏപ്രിൽ 16 വൈകുന്നേരം 3:30 ബോംബെ മുതൽ താനെ വരെ 34 കിലോമീറ്ററാണ് ഓടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി ഓടിത്തുടങ്ങിയത് 1853 ഏപ്രിൽ 16 വൈകുന്നേരം 3:30 ബോംബെ മുതൽ താനെ വരെ 34 കിലോമീറ്റർ. അപ്പോൾ 1853 എന്ന വർഷത്തിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് മറ്റു വസ്തുതകൾ നോക്കുകയാണെങ്കിൽ താജ്മഹൽ പൂർത്തിയായത് 1653. അതേപോലെ പഴശ്ശിരാജ ജനിച്ചത് 1753. ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം 1853. UGC നിലവിൽ വന്നത് 1953. അപ്പോൾ 53 എന്ന വർഷവുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. താജ്മഹൽ പൂർത്തിയായത് 1653. പഴശ്ശിരാജ ജനിച്ചത് 1753. ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം 1853. UGC നിലവിൽ വന്നത് 1953. മെയ് 16 പ്രത്യേകത. 36ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം സിക്കിം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായി. അതായത് വർഷം നോക്കുകയാണെങ്കിൽ 1975 36ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം സിക്കിം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായി. സിക്കിം ഒഴികെയുള്ള 7 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സപ്ത സഹോദരി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നു. സിക്കിം ഒഴികെയുള്ള 7 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സപ്ത സഹോദരി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നു. ജൂൺ 16 മലപ്പുറം ജില്ല നിലവിൽ വന്നത് 16/6/1969. മലപ്പുറം ജില്ല നിലവിൽ വന്നത് 16/6/1969. 1969മായി ബന്ധപ്പെട്ട് പഠിക്കാവുന്ന വസ്തുതകളാണ്. മദ്രാസ് സംസ്ഥാനം തമിഴ്നാടായത്
14/1/1969. ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 14 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത് 19/7/1969. അപ്പോൾ ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 19/7/1969. മദ്രാസ് സംസ്ഥാനം തമിഴ്നാടായത് 14/1/1969. മലപ്പുറം ജില്ല നിലവിൽ വന്നത് 16/6/1969. ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതി 1963 ജൂൺ 16 സോവിയറ്റ് യൂണിയനിലെ വാലന്റിന തെരഷ്കോവ സ്വന്തമാക്കി. വോഡ്സ്റ്റോക്ക് 6 എന്ന വാഹനത്തിലാണ് വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തിയത്. 16/6/2009 ആദ്യത്തെ BRIC ബ്രിക് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഉച്ചകോടി റഷ്യയിൽ നടന്നു. 16/6/2009 ആദ്യത്തെ ബ്രിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉച്ചകോടി റഷ്യയിൽ നടന്നു. രാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ജൂലൈ 16 ലോകത്തിലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് 16/7/1945 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് 1939 മുതൽ 1945 വരെ ന്യൂ മെക്സിക്കോയിൽ USA നടന്ന ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമമാണ് ട്രിനിറ്റി. അപ്പോൾ ഒന്നും കൂടി പറയാം. ലോകത്തിലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് 16/7/1945. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 1939 മുതൽ 1945 വരെ ന്യൂ മെക്സിക്കോയിൽ, അതായത് USA നടന്ന ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ട്രിനിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് 18/5/1974 പൊക്രാൻ 1 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. രണ്ടാമത്തേത് 24 വർഷം പൂർത്തിയാകുമ്പോൾ 11/5/1998 പൊക്രാൻ 2. നാഷണൽ ടെക്നോളജി ദിനം മെയ് 11. അണുപരീക്ഷണം നടത്തിയ 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നാഷണൽ ടെക്നോളജി ദിനം മെയ് 11. അണുപരീക്ഷണം നടത്തിയ 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 USA, 2 USSR, 3 UK, 4 ഫ്രാൻസ്, 5 ചൈന, 6 ഇന്ത്യ എന്നീ 6 രാജ്യങ്ങളാണ് അണുപരീക്ഷണം നടത്തിയത്. ഓഗസ്റ്റ് 16 മുൻ പ്രധാനമന്ത്രി വാജ്പേയി അന്തരിച്ചത് 16/8/2018. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു രാമകൃഷ്ണ പരമഹംസൻ അന്തരിച്ചത് 16/8/1886. ഒന്നും കൂടി പറയാം. മുൻ പ്രധാനമന്ത്രി വാജ്പേയി അന്തരിച്ചത് 16/8/2018. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു രാമകൃഷ്ണ പരമഹംസൻ അന്തരിച്ചത് 16/8/1886. സെപ്റ്റംബർ 16 പ്രത്യേകത. ഓസോൺ ദിനം സെപ്റ്റംബർ 16. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ടത് 16/9/1987. നിലവിൽ വന്നത് 1/1/1989. അപ്പോൾ ഓസോൺ ദിനം സെപ്റ്റംബർ 16, മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ടത് 16/9/1987, നിലവിൽ വന്ന വർഷം 1/1/1989. ഒക്ടോബർ മാസം ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നടന്നത് 1905 ഒക്ടോബർ 16. ലോർഡ് കഴ്സണാണ് വിഭജനം നടത്തിയത്. ലോക അനസ്തീഷ്യ ദിനം ഒക്ടോബർ 16. ഒരിക്കൽ കൂടി പറയാം. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നടന്നത് 1905 ഒക്ടോബർ 16. ലോർഡ് കഴ്സണാണ് വിഭജനം നടത്തിയ ആൾ. ലോക അനസ്തീഷ്യ ദിനം ഒക്ടോബർ 16. നവംബർ 16 ദേശീയ പത്രദിനം നവംബർ 16. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 16/11/1966. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI സ്ഥാപിതമായത് 1947. അപ്പോൾ ദേശീയ പത്രദിനം നവംബർ 16. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 16/11/1966. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI സ്ഥാപിതമായത് 1947. ലാസ്റ്റ് മാസമായ ഡിസംബർ 16 സവിശേഷത. ബോസ്റ്റൺ ടീ പാർട്ടി, USA വെച്ച് നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 16/12/1773.
ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാം വാർഷികം 16/12/2023 ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കയിൽ വെച്ച് നടന്നത് 16/12/1773 ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാം വാർഷികം നടന്നത് 16/12/2023. അപ്പോൾ ഈയൊരു ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ വരാൻ സാധ്യതയുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാം വാർഷികം 16/12/2023 ഈയൊരു ഡേറ്റ് ഓർത്തു വയ്ക്കുക. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ് 24-ൻ്റെ സവിശേഷതകളെപ്പറ്റി നമുക്ക് നോക്കാം. അശോക ചക്രത്തിലെ ആരക്കാലുകൾ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് LDC ഇപ്പോൾ ഖാദി ബോർഡ് എക്സാം കഴിഞ്ഞതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24 മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ എണ്ണം 24, മനുഷ്യ ശിരോനാഡികളുടെ എണ്ണം 24, ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റ്. അപ്പോൾ ഒന്നും കൂടി പറയാം. അശോക ചക്രത്തിലെ ആരക്കാലുകൾ 24, മനുഷ്യ ശരീരത്തിലെ നാഡികൾ 24, മനുഷ്യ ശിരോനാഡികളുടെ എണ്ണം 24, ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റ്. കേരള പോസ്റ്റൽ സർവീസിന് കീഴിലുള്ള ഡിവിഷൻ 24 ഡിവിഷനുണ്ട്. നെല്ല്, തക്കാളി എന്നിവയുടെ ക്രോമസോം സംഖ്യ 24. അപ്പോൾ ഗോതമ്പ് 42 ക്രോമസോം സംഖ്യ വരുന്നത്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒപ്പം ചെയ്തിരിക്കുന്നത്. അടുത്തത് ബാലവേല നിരോധന നിയമം A24, ദേശീയ ബാലികാ ദിനം ജനുവരി 24, സെൻട്രൽ എക്സൈസ് ഡേ ഫെബ്രുവരി 24. അപ്പോൾ ഇതൊന്നും കൂടി പറയാം. കേരള പോസ്റ്റൽ സർവീസിന് കീഴിലുള്ള ഡിവിഷനുകളുടെ എണ്ണം 24, നെല്ല്, തക്കാളി എന്നിവയുടെ ക്രോമസോം സംഖ്യ 24, ഗോതമ്പ് 42 ക്രോമസോം സംഖ്യ, ബാലവേല നിരോധന നിയമം A24, ദേശീയ ബാലികാ ദിനം ജനുവരി 24, സെൻട്രൽ എക്സൈസ് ഡേ ഫെബ്രുവരി 24. അന്താരാഷ്ട്ര ക്ഷയരോഗ ദിനം മാർച്ച് 24, പഞ്ചായത്തി രാജ് ഡേ ഏപ്രിൽ 24, ലോക പോളിയോ ഡേ ഐക്യരാഷ്ട്ര ഡേ ഒക്ടോബർ 24, കോമൺവെൽത്ത് ഡേ മെയ് 24, ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24, കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് മെയ് 24. ഒരിക്കൽ കൂടി പറയാം. അന്താരാഷ്ട്ര ക്ഷയരോഗ ദിനം മാർച്ച് 24, പഞ്ചായത്തി രാജ് ഡേ ഏപ്രിൽ 24, ലോക പോളിയോ ഡേ 24, ഐക്യരാഷ്ട്ര ഡേ ഒക്ടോബർ 24, കോമൺവെൽത്ത് ഡേ മെയ് 24, ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24, കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് മെയ് 24. ഇത്രയുമാണ് 24 എന്ന തീയതിയുടെ പ്രത്യേകത. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾ ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്